ഹംസ മൗലവി ഫറൂഖിയാണ്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ പാളയം പള്ളിയിലെ ഇമാമാണ് അദ്ദേഹം. ഇമാം, ഇന്ന് മനുഷ്യർക്കിടയിൽ അസ്വസ്ഥത വളർന്നിരിക്കുകയാണ്. അതുപോലെ ലോകത്തിൽ തന്നെയും പല കാരണങ്ങളാലും സംഘർഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക തത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിനെന്ത് പരിഹാരമാർഗമാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ എല്ലാ സംഘർഷങ്ങളുടെയും മൂലകാരണം മനുഷ്യൻ ഈശ്വരനെ വിസ്മരിച്ച് ഈശ്വര നിർദ്ദേശങ്ങൾ അവഗണിച്ച് മൂഢനായി ജീവിക്കുന്നതാണ്. സർവസൃഷ്ടാവിൻ്റെ നിയമമനുസരിച്ച് ഉത്തമ ജീവിതം നയിക്കൽ മാത്രമാണ് ലോകത്ത് സംഘർഷത്തിനും സംഘട്ടനത്തിനുമുള്ള പരിഹാരമായിട്ട് ഖുർആൻ നിർദ്ദേശിക്കുന്നു. പക്ഷെ അതിനു വേണ്ടി ആളുകളെ അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്തു ശ്രമമാണ് ഇന്ന് നടക്കുന്നത്? ഇസ്ലാമിലും മറ്റു മതങ്ങളിലും നടക്കുന്ന ശ്രമം ഫലപ്രദമാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ട്? ഇസ്ലാം അതിനു വേണ്ടി ആണ് വേദഗ്രന്ഥത്തിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് ബൃഹത്തായ ഒരു ദൈവിക വ്യവസ്ഥ തന്നെ നടപ്പാക്കിയത്. ആ ദൈവിക വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ആദി മനുഷ്യനടക്കം മനുഷ്യരധിവസിക്കുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ, സമുദായങ്ങളിലെല്ലാം ദൈവദൂതന്മാരെ സർവശക്തനായ ദൈവം നിയോഗിച്ചിട്ടുള്ളത്. ഇന്ന് ജനവിഭാഗങ്ങളിൽ, വ്യത്യസ്ത മതസമുദായങ്ങളിൽ, മതനിഷേധികളിലെന്ന് പറയുന്ന സത്യനിഷേധം, മതനിഷേധം, ദൈവനിഷേധമൊക്കെ പറയുന്ന ആളുകളിൽ പോലും പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വല്ല അംശവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പുരാതനമായ ഈ ദൈവിക സന്ദേശങ്ങളുടെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ഭാഗമാണ്. എല്ലാ മതങ്ങളിലും കാണുന്ന സത്യവാദത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. എല്ലാ മതങ്ങളിലും അംഗീകരിക്കുന്ന ഭാഗങ്ങളിലുണ്ട്. ന്യായം എവിടെ കണ്ടാലും അംഗീകരിക്കണമെന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. എത്രയോ ഉദാഹരണങ്ങൾ പ്രവാചക ജീവിതത്തിൽ തന്നെ അതിന് കാണാൻ കഴിയും. നന്മ എവിടെ കണ്ടാലും ഏത് മതത്തിലും സഹകരിക്കും. അപ്പോൾ സത്യസന്ധത, അവിടെ എന്ത് മതം? നീതി, അതിലെന്ത് മതം? എല്ലാ മതക്കാരുടെയും നീതി ഒന്നാണ്. എല്ലാ മതക്കാരും സത്യസന്ധത പാലിക്കുമ്പോൾ ആ സത്യസന്ധതയുടെ കാര്യത്തിൽ നമ്മളെല്ലാം ഒരു മതക്കാരാണ്. അവിടെ മതവ്യത്യാസമില്ല. അപ്പോൾ നീതിയിലും, സത്യത്തിലും, നീതിയിലും, ധർമ്മത്തിലും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണമെന്നും അധർമ്മത്തിലും അക്രമത്തിലും അനീതിയിലും ഒരാളോടും ഒരു മതക്കാരോടും ഒന്നിലും സഹകരിച്ചുകൂടാ. അത് സ്വന്തം മതക്കാരായാലും സഹകരിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല ഇമാം, ഈ ഈശ്വര ചിന്ത ഉപേക്ഷിക്കുകയും മതചിന്തയിൽ മാത്രം പൂർണ്ണമായും മുഴുകുകയും ചെയ്തത് കൊണ്ടാണോ തീവ്രവാദത്തിൻ്റെ പേരിലായാലും മറ്റെന്തു വാദത്തിൻ്റെ പേരിലായാലും ആളുകൾ ആയുധം കയ്യിലെടുത്ത് അന്യമതസ്ഥർക്കോ സഹോദരനോ എതിരെ പൊരുതുന്നത്? ആ ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമല്ലാത്തൊരു മതചിന്ത നമ്മുടെ ലോകത്തിൽ ഇന്ന് വളരുന്നുണ്ട്. സത്യത്തിൽ മതങ്ങൾ ഇന്ന് പൂർണ്ണമായും അവഗണിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ദുരുപയോഗപ്പെടുത്തപ്പെടുകയോ ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ ന്യൂനപക്ഷം, അത് മിക്കവാറും എല്ലാ മതത്തിലും കാണും, അതിലേറ്റക്കുറച്ചിൽ ഒഴിവാക്കിയാൽ ലോകത്ത് 1-2 കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ദൈവനിഷേധവും മതനിഷേധവുമാണ് ശക്തി പ്രാപിച്ച് ഭൗതികവാദമാണ് ശക്തിപ്പെട്ടു വന്നത്. ഇത് മതത്തിനെക്കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ഒരു ഭൗതിക മാത്രമായ കാഴ്ചപ്പാട് ശാസ്ത്രത്തിൻ്റെയൊക്കെ പിമ്പലം അവകാശപ്പെട്ടുകൊണ്ട്, ഇല്ലെങ്കിൽ തന്നെ അവകാശപ്പെട്ടുകൊണ്ട് വളർത്തിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മതത്തിൻ്റെ മൂല്യക്ഷയം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ആത്മാവാണല്ലോ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള അർപ്പണവും. ആ മൂർത്തമായ ദൈവവിശ്വാസത്താൽ പ്രേരിതമായ ദൈവത്തെ ശരിയായ രീതിയിൽ കാണുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാട് മാറി മതത്തിൻ്റെ ഒരു മേൽച്ചട്ട രാഷ്ട്രീയവും ഭൗതികവുമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. മതത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ട സംവിധാനമാണ് നമ്മൾ ആദ്യമായി ഉണ്ടാക്കേണ്ടത്. അവിടെ രാഷ്ട്രീയ പാർട്ടികളാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സം. അവർ മഹാത്മാജി പറഞ്ഞ പോലെ മതമുക്തമായ രാഷ്ട്രീയം മരണതുല്യം എന്നൊരിക്കൽ അദ്ദേഹം പറയുണ്ടായി. അവരവരുടെ മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ
മതത്തിൻ്റെ വക്താക്കളായി രാഷ്ട്രീയം കളിക്കുന്ന ഒരിടപാട് ഇന്ന് വല്ലാതെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മതം, സാക്ഷാൽ മതത്തെ രംഗത്തു നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ജീർണമായ മതത്തിൻ്റെ മേൽച്ചട്ട, അതിൻ്റെ മേലങ്കി അല്ലെങ്കിൽ അതിൻ്റെ ആ പുറംമൂടി മാത്രം മുഖമൂടിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയാണ്. ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ മതങ്ങൾ ഒരു പുതിയ കാഴ്ചപ്പാടിൽ ഇനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് അങ്ങക്ക് തോന്നുന്നു? തീർച്ചയായും മതങ്ങളുടെ ഒരു പുനർവായന നടക്കേണ്ടതുണ്ട്. മതങ്ങൾ ആത്മാർത്ഥമായി തന്നെ അത് നിർവഹിച്ചില്ലെങ്കിൽ ഇന്ന് രാജ്യത്ത് രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമുദായികമായും ഒക്കെ നിലനിൽക്കുന്ന ഈ സംഘർഷത്തിൽ നമ്മളിന്ന് പ്രകൃതിയും മനുഷ്യനും എല്ലാം ഒരു വല്ലാത്ത പരുവത്തിൽ എത്തി നിൽക്കുകയാണല്ലോ. മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായി, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ നശീകരണ ശക്തിയായി മാറിയിരിക്കുന്ന ഈ മഹാദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിലേക്കും മതത്തിലേക്കും ആത്മാർത്ഥമായ ഒരു തിരിച്ചുപോക്ക്, മതങ്ങളുടെ ഒരു പുനർവായന, ഒരു പുനരാവിഷ്കാരം അതെങ്ങനെ ആയിരിക്കണമെന്നാണ് ഇമാമിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും അവരവരുടെ മതങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ പരമത മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടാകണം അത് നടത്തേണ്ടത്. എൻ്റെ മതം ശരി എന്ന് ഞാൻ വാദിക്കുന്നത് മറ്റു ഇല്ലാത്ത മേന്മകൾ എൻ്റെ മതത്തിലുണ്ട് എന്ന ഉറപ്പിലാകണം. അതിന് ഞാൻ മറ്റു മതത്തെ പഠിച്ചിരിക്കണം. എൻ്റേതു മാത്രം ശരി എന്ന് പറയുന്നത് മതാന്ധതയാണ്. അന്യമതങ്ങളെക്കുറിച്ച് അജ്ഞത നിലനിർത്തുകയും ആ മതങ്ങളെക്കുറിച്ച് വായിക്കുന്നത് പോലും പാപമായി ഗണിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം മതത്തിൻ്റെ മഹത്വം യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത് പറയുകയോ ചെയ്യുന്നത് ശുദ്ധമായ കാപട്യമാണ്. അയാൾക്ക് സ്വന്തം മതത്തിൽ തന്നെ വിശ്വാസമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇമാം ഫറൂഖിയെ ഞാൻ ഒരു സർവ്വമത സത്യവാദി എന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ തെറ്റ് എന്തെങ്കിലും അങ്ങ് കാണുന്നുണ്ടോ? സർവ്വമത സത്യവാദം എന്ന് പറയുമ്പോൾ എല്ലാ മതവും ഇന്ന് നിലവിലുള്ള അവസ്ഥയിൽ പൂർണ്ണ സത്യം എന്ന വാദമാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ വാദക്കാരനല്ല. എല്ലാ ദൈവിക മതങ്ങളിലും ദൈവികാംശങ്ങളും സത്യത്തിൻ്റെ അംശങ്ങളുമുണ്ടെന്നും ആ മതങ്ങളെല്ലാം അടിസ്ഥാനപരമായി ദൈവികമായിരുന്നു, സത്യമായിരുന്നു എന്നും സത്യത്തിൻ്റെ അംശങ്ങൾ പരസ്പരം കണ്ടെത്തി ഈ മതങ്ങൾക്ക് സത്യത്തിലേക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാണെന്നും അപ്പോൾ ഭിന്നമായ ഈ മതങ്ങൾ ഇന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ അടുക്കുകയും ഒരുപക്ഷേ അവയെല്ലാം ഒരു മതത്തിൽ ഒത്തുചേരുകയും ചെയ്യാനുള്ള സാധ്യതയെ നിഷേധിച്ചുകൂടുന്ന വാദക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഒരു മതവിശ്വാസിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ കടമ തൻ്റെ മതത്തെക്കുറിച്ച് നിരൂപണ ബുദ്ധിയോടുകൂടി ഇതര മതങ്ങളെയും പഠിച്ചുകൊണ്ട് തൻ്റെ മതത്തിൻ്റെ വക്താവാകണം. അയാൾ ഒരു മതത്തെ മാത്രം അറിഞ്ഞുകൊണ്ട് അയാൾക്ക് യഥാർത്ഥമായ മതവിശ്വാസിയാകണം.